ഹലോ, ഞാൻ നൂർജഹാൻ അഷ്റഫ്. ഇന്ന് ചിക്കൻ ബിരിയാണിയായിട്ട് ചിക്കനാണ് റെഡിയാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായി കഴുകി നന്നായി വെള്ളം വാഴ്ത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കാം. ഞാനിത് കുക്കറിലാണ് ഒരു വിസിൽ പാകത്തിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരിയെടുക്കാം. അപ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നായി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തക്കാളി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. അതിനുശേഷം വലിയ ജീരകം, ഏലക്ക, കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പു, സർവ്വസുഗന്ധിയുടെ ലീഫ് ഇത്രയും ചെറുതായി ഒന്ന് ചൂടാക്കി ചെറുതായി ഒന്ന് പൊടിച്ച് എടുക്കാം. ഫൈനായി പൊടിക്കേണ്ടതില്ല. ഇതും കൂടി ഇട്ട് നന്നായി ചൂടാക്കി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതും ഒഴിച്ച് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമ്മൾ വറുത്ത് കോരിയ ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ദമ്മായിട്ടോ അല്ലാതെയോ എങ്ങനെയും ഉപയോഗിക്കാം. ഞാനിത് ദമ്മായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. നിങ്ങളും ട്രൈ ചെയ്യൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.